അല്ല ഗൈസേ, 20-21 വയസ്സ് മാത്രം പ്രായമുള്ള യുവതി ആരും അറിയാതെ പ്രസവിച്ചു. വീട്ടുകാരറിയാതെ ഗർഭിണിയായി പ്രസവിച്ചു. ഗർഭിണിയാവണത് വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. എന്തായാലും പ്രസവിച്ചു. വീട്ടുകാരൊന്നും അറിഞ്ഞില്ല പ്രസവിച്ചത്. എന്നിട്ട് ആ കാമുകനിൽ നിന്ന് പ്രസവിച്ചു. എന്നിട്ട് കുട്ടീനെ എന്തുണ്ടായി, ഒരു ഇലയിൽ, ചേമ്പിൻ്റെ ഇലയിൽ ആക്കിയിട്ട് അടുത്ത വീട്ടിലെ തൊടിയിൽ വലിച്ചെറിഞ്ഞു എന്നൊരു ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം ആലോചിക്കും, ഇത് നമ്മുടെ കേരളത്തിലാണ്. എന്നിട്ട് മൂപ്പത്തിയാർ ഹോസ്പിറ്റലിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട്, ശരീരത്തിനുള്ളിൽ ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർക്ക് ഡൗട്ട് തോന്നി ഇത് പ്രഗ്നൻസിയുമായി ഡെലിവറിയുമായി ബന്ധപ്പെട്ട സംഗതിയാണെന്ന്. അങ്ങനെ അത് കേസായി, പോലീസ് സ്റ്റേഷൻ അറിഞ്ഞു, കേസായി. അവസാനം പോലീസുകാർ വന്ന് നോക്കിയപ്പോഴാണ് ആ കുട്ടീനെ, നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന രീതിയിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഡെഡ് ബോഡി കിട്ടുന്നത്. അടുത്ത വീട്ടിലെ പറമ്പിൽ തൊടിയിൽ നിന്ന് കിട്ടുന്നത്. ഒരു സീനാലോചിക്കും, ഈ പ്രേമിക്കണതിലെ പ്രേമിക്കുക കുൽസിതം, അതെന്ത് തേങ്ങയിലും ഒരു കാര്യമല്ലേക്ക. ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ച്, കോൺട്രസെപ്റ്റീവ് സംഗതികളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾ ദയവ് ഇത് ഇമാതിരി പരിപാടിക്ക് ഇറങ്ങിയിരുന്നതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അഭിപ്രായം ഗൈസ്. ഇത് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങണം. പിന്നെ ഈ സംഗതി വലിയ രീതിയിൽ സീനാവുന്ന ഒരു ധാരണയില്ലേ. ആ കുട്ടീനെ കൊല്ലുക, ആരും അറിയാണ്ട്. പിന്നെ വേറെ വീട്ടുകാരൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവരൊക്കെ ലൈഫ് ഇങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് നോക്കി. ഈ ജയിലിൽ കിടക്കുക, അത് എത്ര ക്രൂരതയാണ് അല്ലേ. ആ കുട്ടീനെ, നവജാത ശിശുവിനെ കൊല്ലുക എന്നൊക്കെ പറയണമെങ്കിൽ, ഒരു അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആളുകൾക്കുണ്ടാകുന്ന ഒരു സോഫ്റ്റ് ഇമോഷൻ സംഗതി കണ്ടല്ലോ. ഈ അമ്മ എന്നുള്ളത് ഇതിന് അപമാനമാണ് നിങ്ങളുടെ ടീംസ്. പിന്നെ വീട്ടുകാർ ഇത്രയും അറിഞ്ഞില്ലേ. ഈ 9 മാസം ഇത്രയും വയറ് വീർപ്പിച്ച് നടക്കണ ഒരു മൂപ്പത്തിയാർക്ക് എന്തൊക്കെ ഫിസിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വയറ് വീർത്ത് വരുന്നതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവില്ലേ. ഇത്രയും വലിയ വയറുകൊണ്ട് ഒരു ഛർദി ഇതൊക്കെ ഇപ്പം തന്നെ അറിയാലോ. 3-4 മാസം കഴിയുമ്പോൾ തന്നെ ആകുമ്പോൾ തന്നെ പ്രസവമോ 3-4 മാസം ആകുമ്പോൾ തന്നെ ഛർദി, കുറേ ബുദ്ധിമുട്ടുകൾ, വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇത് വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞില്ല. വയറ് വീർക്കാണ് നിങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നൊന്നും. ചിലവർ അനീമിക്കായിരിക്കും, ചിലവർ അല്ലേ, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും അല്ലേ. പ്രസവിച്ച ആളുകൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവില്ല, അപ്പോൾ അവർക്ക് അറിയുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രസവിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അറിയില്ലേ. എന്താ ഈ അവസ്ഥ ആലോചിച്ചോക്കില്ലേ. ഇപ്പോൾ പ്രേമിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക. ബി സേഫ്, സേഫ്റ്റി ഫസ്റ്റ്. വേറെ ഒന്നും പറയല്ല.